നിങ്ങളൊരു പെർഫെക്റ്റ് പാരൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹായ്, ഐ എം ചന്ദ്രിക ജയശങ്കർ. നാം നിത്യേന എന്നോണം കേൾക്കുന്ന ഒന്നാണ് പാരൻറ്റിങ്ങിനെ പറ്റി. പലരിൽ നിന്നും പലതും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ പാരൻസ്. പക്ഷേ ഈ പാരൻസ് പെർഫെക്റ്റ് പാരൻറ്റിങ് ചെയ്യാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് പാരൻസ് ആവാൻ അറിഞ്ഞിരിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ അറിയുകയും ആ 4 കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്താൽ തീർച്ചയായും നല്ലൊരു പാരൻ്റായിട്ട്, നല്ല പാരൻസായിട്ട് അച്ഛനും അമ്മയ്ക്കും കഴിയാം എന്നും, അതുപോലെ തന്നെ അങ്ങനെ നല്ല ഒരു പാരൻ്റായിട്ട്, പെർഫെക്റ്റ് പാരൻസായിട്ട് അവർ വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായും എന്നും സ്നേഹമുള്ളവരായിരിക്കുമെന്നും സൊസൈറ്റിയിൽ നല്ലൊരു സമ്പത്തായി അവർ വളർന്നു വരുമെന്നും ഉള്ളതിന് യാതൊരു സംശയവുമില്ല. നാം അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, നമ്മളുടെ വീട്ടിനകത്തെ അന്തരീക്ഷം എപ്പോഴും ഒരു ലവിങ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞ ലവിങ് അറ്റ്മോസ്ഫിയർ, പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം കലഹിക്കാതെ, പരസ്പരം കംപ്ലൈൻറ്റുകളില്ലാതെ, എല്ലാം മനസ്സിലാക്കി കൊച്ചു കൊച്ചു ചിരികളിലൂടെയും കഥകളിലൂടെയും എല്ലാം നിത്യേന ഒരു വീടിനെ ഒരു വീടിനെ നാം ഏറ്റവും ഒരു ദേവാലയം പോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ലവ്ലി അറ്റ്മോസ്ഫിയറിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും തെറ്റായ മാർഗത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ അവരിലേക്ക് കടന്നുകൂടുകയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ട കാര്യം, നാം അവരുടെ മുമ്പിൽ എപ്പോഴും ഒരു റോൾ മോഡലായി അല്ലെങ്കിൽ ഒരു ഹീറോ ആയി ജീവിക്കുക. തീർച്ചയായും നാം എന്ത് പറയുന്നുവോ അതായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. നമ്മളെ ഒബ്സേർവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. നാം എന്ത് പറയുന്നുവോ അത് പ്രവർത്തിക്കുമ്പോൾ അത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങളും തീർച്ചയായും അത്തരം നല്ല പാതയിലൂടെ അവർ പോകുന്നതായിരിക്കും. അതിന് നാം ആദ്യമേ ഒരു റോൾ മോഡലായിരിക്കണം. അവരുടെ മുൻപിൽ ഒരു സൂപ്പർ ഹീറോ ആയി നമുക്ക് ജീവിക്കാൻ കഴിയണം. അടുത്തതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എഡ്യൂക്കേഷൻ്റെ പർപ്പസ് നാം മനസ്സിലാക്കിയിരിക്കണം. എന്തിനാണ് കുഞ്ഞുങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ പർപ്പസ്? മാർക്ക് വാരിക്കൂട്ടുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് നാം മനസ്സിലാക്കുകയും അത് കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു എഡ്യൂക്കേഷനാണ് കുഞ്ഞുങ്ങൾക്ക് നാം നൽകുന്നത് എന്ന് നാം ഉറപ്പുവരുത്തുകയും ചെയ്താൽ തീർച്ചയായും അവരൊരിക്കലും വഴിതെറ്റുകയില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിൽ വളരെ വലിയ ഒരു സമ്പത്തായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തതായിട്ട് 4ാമത്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, നാം അവരോടൊപ്പം ചിലവഴിക്കാൻ നമ്മുടെ ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി മാത്രം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളുടെ ക്വാളിറ്റി ടൈം നമ്മൾ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. നല്ല ഒരുപാട് സമയങ്ങൾ, ഒരുപാട് കൊച്ചു കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെ തന്നെ അമ്മയിൽ നിന്നും അവരുടെ മനസ്സിലേക്ക് കൊച്ചു പ്രവൃത്തികൾ, കൊച്ചു കളി ചിരികൾ അവർക്ക് എന്നും സമ്മാനിച്ചു കൊണ്ടേയിരിക്കണം. അതായത് അവരോടൊപ്പം നിത്യേന ഒരല്പസമയമെങ്കിലും 100% അവരോടൊത്ത് നാം ജീവിക്കുവാൻ സമയം കണ്ടെത്തണമെന്നുള്ളതാണ്. ആ സമയങ്ങളിൽ തീർച്ചയായും അവർ നമ്മുടേത് മാത്രമായിരിക്കും. ആ സമയങ്ങളിൽ മാത്രമല്ല, അത്തരം അനുഭവങ്ങൾ ഒബ്സേർവ് ചെയ്തുകൊണ്ട്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞും മറ്റു വഴികളിലേക്ക് പോവില്ല എന്ന് 100% നമുക്ക്
ഗ്യാരണ്ടിയായി തന്നെ നമുക്ക് എടുക്കാം. സോ ഇന്നു മുതൽ ഈ 4 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഒരു പെർഫെക്റ്റ് പാരൻ്റായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. താങ്ക് യു ഓൾ.